ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നമ്മൾ നെക്കിൻ്റെ പാറ്റേൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് പറഞ്ഞ് ഞാൻ ലാഗ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ നോക്കാവേ. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. കണ്ടോ, 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഞാൻ ആദ്യം പേന വെച്ചാൽ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി കാണുന്നില്ലെന്ന്. അടുത്ത പാറ്റേൺ തൊട്ട് മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നിട്ട് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വരച്ചു. എന്നിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ കുഴിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ടൊരു കർവ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കർവ് വരച്ച് കൊടുക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 7 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഡോട്ടഡ് ലൈനായിട്ടാണ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3-ൽ നിന്ന് 7-ലേക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ചെറിയ ഫിഗറും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചരിച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഫോൾഡ് ചെയ്ത പോർഷനിൽ തന്നെ വരയ്ക്കണം കേട്ടോ. ഓപ്പൺ പോർഷനിൽ ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. ബിഗിനേഴ്സിനോടാണ് കേട്ടോ പറയുന്നത്. അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ആ ഒരു പാറ്റേൺ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബാക്ക് നെക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് ഡെപ്ത് ഉള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കുറച്ചിട്ടാണെങ്കിലും ഈ ഒരു പാറ്റേണിൽ വരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാനത് സ്പീഡിൽ കാണിക്കാത്തത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം വരച്ച ആ ഒരു കർവും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന പോർഷൻ കണ്ടോ, ആ ഒരു കർവിന് താഴെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ട് വെക്കുന്നെങ്കിൽ വെക്കാം, ബട്ടൺ വെക്കണമെങ്കിൽ ബട്ടൺ വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാക്ക് പാറ്റേൺ കേട്ടോ. ഇനി അടുത്ത പാറ്റേൺ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 2.5 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5.5 ഇഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ആണെങ്കിലും എടുക്കാം കേട്ടോ. 5 ഇഞ്ച് കുഴിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. മേളിൽ കൊടുത്തതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ 2.5യും താഴത്തെ 3ഉം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമുക്കൊന്നും ചെയ്യേണ്ട, ഇതേപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാം. കാരണം നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു സ്ക്വയർ നെക്ക് ചെയ്യാം. താഴെയാണ് നമ്മൾ സ്ക്വയറിന് ആ ഒരു വിരിവ് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. മേളിലൊന്നും ചെയ്യരുത്, മേളിൽ കുറവായിരിക്കണം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്ക്വയർ നെക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത നെക്കിൻ്റെ പാറ്റേൺ നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അതിന് ശേഷം ഒരു 7 ഇഞ്ച് ഇതേപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് കണക്റ്റ് ചെയ്തിട്ട് ഷേപ്പ് വരയ്ക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഫ്രഞ്ച് കർവാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ടാണെങ്കിലും വരയ്ക്കാം. പിന്നെ ഒരു 3.5 ഇഞ്ച് ഇതേപോലെ താഴത്തേക്ക് കുഴിച്ചിട്ടുണ്ട്. ഇവിടെ 3ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് കർവ് ഇതേപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വിട്ട് എടുക്കണം എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ഒരു രീതിയിൽ നമ്മൾ ഇതും നിങ്ങൾക്ക് ബാക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കുറച്ച് ഡെപ്ത്ത് കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ബാക്കാണ് കേട്ടോ. അപ്പം ഞാൻ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വെട്ടിക്കഴിഞ്ഞ് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതൊന്ന് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ വെട്ടിക്കൊടുക്കാം. ഒരുപാട് നെക്കിൻ്റെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പാറ്റേൺസൊക്കെ 2 വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെന്ന് കമൻറ്റ് മെസ്സേജും വന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഒന്നും കൂടെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പാറ്റേണിലേക്ക് പോകാം. എല്ലാം ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് സിമ്പിളായിട്ട് മനസ്സിലാവുന്നതായതുകൊണ്ടാണ് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. ഇനി നമുക്ക് 3 ഇഞ്ച് വിട്ടെടുത്തിട്ട് അടുത്ത പാറ്റേൺ നോക്കാം. 3 ഇഞ്ച് തന്നെ താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കർവ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും വരയ്ക്കാം. ഫ്രഞ്ച് കർവ് നിർബന്ധമില്ല കേട്ടോ. മാർക്കർ ചെറിയ തെളിച്ചക്കുറവുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാലും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ബാലൻസ് നമുക്ക് താഴത്തേക്ക് വരയ്ക്കാം. നമ്മൾ ഫസ്റ്റ് വരച്ച പോലത്തെ തന്നെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തേക്ക് ഒരു 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു ബാക്ക് നെക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റുകളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാം. താഴത്ത് ഞാൻ 3.5 എടുത്തിട്ടുണ്ടായിരുന്നു വിഡ്ത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെഷർമെൻറ്റ്സൊക്കെ ഞാനൊന്ന് എഴുതി കൊടുക്കുകയാണേ. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ താഴത്തെ പോർഷൻ മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഒരു 1 ഇഞ്ച് താഴത്തേക്ക് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ടോ, ഈ ഒരു രീതിയിൽ ഒരു ഹാർട്ട് ഷേപ്പാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കിത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇനിയിപ്പോൾ കർവ് യൂസ് ചെയ്തിട്ട് പയ്യെ വരച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കട്ടിങ്ങിലാണ് നമ്മുടെ ബാക്കിയെല്ലാം ഇരിക്കുന്നത്. വരച്ച് വെച്ചത് ശരിയായിട്ടാണെങ്കിലും കട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും മെറ്റീരിയൽ വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. കണ്ടോ, ബാക്കിൽ ഇതേപോലെയാണ് പാറ്റേൺ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു പാറ്റേൺ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പാറ്റേണിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടുക. ഞാനിവിടെ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം താഴത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. 4 ഇഞ്ചായിരുന്നു ഇവിടെ, 3.5 ഇഞ്ചായിരുന്നു ഇവിടെ. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അരയാണെങ്കിലും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ചിലേക്ക് ഇതൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കർവ്, ഇപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ മുട്ടിച്ചുകൊണ്ട് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടാണെങ്കിലും ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെക്കിൻ്റെ പാറ്റേൺ മനസ്സിലാകും. ഇത് ഫ്രണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നെക്കാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയാണ് കട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഇങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് നെക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ചുരിദാറിനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള നെക്കാണ് കേട്ടോ. ഇനി അടുത്ത പാറ്റേൺ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3 ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യാം. ഡെപ്ത്ത് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഭയങ്കര സ്പീഡായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണേ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വീനെക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. കണ്ടോ, കറക്റ്റ് സെൻറ്ററിലേക്ക് കൊടുക്കാം. ഇനി നമുക്കത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അടുത്ത പാറ്റേണിന് വേണ്ടിയിട്ട് ഞാൻ ദേ പേപ്പർ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 3 ഇഞ്ചാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തേക്കും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാവേ. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കർവ് വരച്ച് കൊടുക്കണം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കർവ് സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു 6.5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ ഒന്ന് ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ഫിഗർ കണ്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഡെപ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ഇഷ്ടാനുസരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടുന്ന് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഒരു കർവും കൂടെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആം ഹോൾ കർവ് യൂസ് ചെയ്തിട്ട് അത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കുക, എന്നിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിതാ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പകുതിയാണ് ഞാനിപ്പോൾ ഇത് വെച്ച് വരയ്ക്കുന്നത്. ബാലൻസ് പകുതി ആ ഒരു ലൈനിൽ മുട്ടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫിഗറിൻ്റെ പുറത്തൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ബാക്കിലെ പാറ്റേൺ ആണ് കേട്ടോ, ബാക്ക് പോർഷൻ്റെ. ഇനി അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് ഡെപ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം, കണ്ടോ. ഇവിടെ ഡോട്ടഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. 6 ആയിരുന്നു, ഇവിടെ 2.5 ആണ് എടുത്തിട്ടുള്ളത്. മേളത്തെ വിഡ്ത്തിനേക്കാളും 1/2 ഇഞ്ച് കുറച്ചിട്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഇതേപോലെ ഒരു ചെറിയ കർവാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുക ഇതേ രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം, കണ്ടോ. ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്ക് കിട്ടുന്നത്. ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് നെക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പാറ്റേൺസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.